വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം കാലിക പ്രസക്തമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. വേർതിരിവില്ലാതെ മനുഷ്യർ ഒന്നെന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിലായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശം. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരാമർശം. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമാണ്. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യകുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ്. അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന കാലത്ത് ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്നും സർവമത സമ്മേളനത്തിലെ ആശീർവാദ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിവിധ മതപാരമ്പര്യങ്ങളുള്ളവരെ സ്വാഗതം ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞു. നല്ല മാനവികതയ്ക്കായി മതങ്ങൾ ഒരുമിച്ച് എന്നതാണ് സമ്മേളനത്തിന്റെ ആപ്തവാക്യം. ഈ കാലഘട്ടത്തിൽ സർവമത സമ്മേളനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. എല്ലാ മനുഷ്യരും ഒരൊറ്റ മനുഷ്യകുടുംബത്തിലെ അംഗങ്ങളാണെന്ന വ്യക്തമായ സന്ദേശത്തിന് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു തന്റെ ജീവിതം സമർപ്പിച്ചത്. ആരോടും ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാകരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം നൽകിയ സന്ദേശം ഇന്നത്തെ ലോകത്തിന് മുന്നിൽ പ്രസക്തമാണ്. രാജ്യങ്ങൾ തമ്മിൽ അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. വിവേചനവും അക്രമവും ദൈനംദിനം വർദ്ധിച്ചു വരികയാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഗുരുദേവൻ രചിച്ച ദൈവദശകം പ്രാർത്ഥന ഇറ്റാലിയൻ ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത് ആലപിച്ചാണ് സമ്മേളനം ആരംഭിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള ജനപ്രതിനിധികളും സന്യാസിമാരും ഇറ്റലിയിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു. ഇന്ത്യയ്ക്കു പുറമെ ഇറ്റലി, ബഹ്റൈൻ, ഇന്തോനേഷ്യ, അയർലൻഡ്, ദുബായ്, അബുദാബി, ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങി 15ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഒത്തുചേർന്നത്.